ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനി വിഷയത്തിന്റെ പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇത് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. നാളെ വരാൻ പോകുന്നത് 2026 ആണ്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസും ഹാപ്പി ന്യൂ ഇയറും. സോ ഈ വീഡിയോ ചിലപ്പോൾ നാളെയില്ല മറ്റന്നാൾ വരാൻ സാധ്യത അറിയില്ല എനിക്ക് കറക്റ്റായിട്ട്. സോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ നാളെയില്ല മറ്റന്നാൾ വരും. റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സർവം മായം, അതായത് നിവിൻ പോലി, പിന്നെ അജു വർഗീസ്, പിന്നെ ജനാർദ്ദനൻ, പിന്നെ പ്രിറ്റി മുകുന്ദൻ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു സിനിമയാണ് സർവം മായം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഖിൽ സത്യനാണ്. പിന്നെ മ്യൂസിക് സ്കോർസ് ഒക്കെ ജസ്റ്റിൻ പ്രഭാകറാണ്. പിന്നെ പിന്നെ ഇതൊരു കോമഡി ഫാന്റസി സിനിമയാണ്, ഹൊറർ ഫാന്റസി സിനിമയാണ്. ഒരു രക്ഷയില്ലാത്ത കിടിലൻ സിനിമയാണ് ഇത്. ഞാൻ ഇത്ര വരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ സിനിമ വേണമെന്ന് പറയാം. ത്രൂ ഔട്ട് നല്ല ഒരു ചിരിപ്പിച്ചോ നല്ല കിടിലായിട്ട് എൻഗേജിങ് ചെയ്തിട്ട് പോകുന്ന ഒരു സിനിമയാണ് സർവന്മായം. ഒരു രക്ഷയില്ല. നിവിൻ പോലി പിന്നെ അജു വർഗീസ് പെർഫോമൻസ്, ഇവരാണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ഹ്യൂമർ ഒക്കെ ആയിട്ട് അവർ രണ്ടുപേരുടെ ആ കോംബോ, ഇതൊക്കെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് ഞാൻ ദി ബെസ്റ്റ് പെർഫോമൻസ്. പിന്നെ ആ ഒരു ഹ്യൂമർ ഒക്കെ ആയാലും അത്യാവശ്യം ഒരുപാട് ഹ്യൂമേഴ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഒരു പുതിയതായിട്ടുള്ള, അതായത് ഫ്രഷ് ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് ആ ഹ്യൂമേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇൻക്ലൂഡിങ് സ്റ്റോറി കൂടി ദി ബെസ്റ്റ് സ്റ്റോറി നന്നായിട്ടുണ്ട്. ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് സിനിമ. അതൊരു ഫ്രഷ് ഫീൽ കൂടി സിനിമ കണ്ട ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലതേ പറഞ്ഞതുകൊണ്ട് ഓൾമോസ്റ്റ് എമോഷണൽ ഉണ്ട്. പിന്നെ ഒരു ഹ്യൂമർ ഒക്കെ ആയിട്ട് ഒരു കിടിലനായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ ഒരു ക്യൂട്ടസ്റ്റ് ക്യാരക്ടർ ഉണ്ട്. അതായത് മിക്കവർക്കൊക്കെ അറിയാമായിരിക്കും, എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഇപ്പൊ സിനിമയിലൊക്കെ. അതായത് റിയ ഷിബു ആണ്. പുള്ളിക്കാരത്തി പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതായത് പുള്ളിക്കാരത്തി സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം മാജിക് ആണ് സിനിമയിൽ ഉണ്ടായിട്ടിരിക്കുന്നത്. ഒരു കിഡിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് ആ സിനിമേനെ. സൂപ്പർ ആയിട്ടുണ്ട് പുള്ളിക്കാരത്തി. പറയുന്നത് പോലെ പുള്ളിക്കാരത്തി മാജിക് ആണ് ചെയ്തിരിക്കുന്നത് ആ സിനിമയിൽ. ആ ടൈപ്പില് ആ ഒരു രണ്ടുപേരുടെ കോമ്പിനേഷൻ, നിവിൻ പോലി റിയ ഷിബിയുടെ കോമ്പിനേഷൻ, ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എൻഡിങ്ങിലായാലും ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതായത് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പറയാതെ ഒരു ഇതാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ലിറിക്സ് കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാ സോങ്സ് വന്നാലും, അതായത് ഈച്ച് ആൻഡ് എവറി സോങ്സ് കൂടി നന്നായിട്ടുണ്ടെങ്കിൽ. ജസ്റ്റിൻ പ്രഭാകറാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പുള്ളിയുടെ പേര്, എനിക്കറിയില്ല. പക്ഷെ പുള്ളിയുടെ വർക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട് പുള്ളി. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയുടെ കളറിംഗ് ആയാലും വിഷ്വൽസ് ആയാലും ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഒരു സ്ലോലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത് അഖിൽ സത്യൻ. പിന്നെ പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് കൂടി നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് നന്നായിട്ട് വർക്കായി. അതായത് ഈ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുന്ന രീതി കൂടി പെട്ടെന്നായിട്ടൊന്ന് ലാഗ് എടുപ്പിക്കാതെ സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതായത് നിവിൻ പോലി നമുക്കൊരു വിന്റേജ് നിവിൻ പോലിനെ കണ്ടതുപോലെ തോന്നിയുണ്ട്. അതായത് മുമ്പത്തെ നിവിൻ പോലി പ്രേമത്തിലൊക്കെ കണ്ടതുപോലെ തോന്നുന്നു പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ. പിന്നെ അജു വർഗീസ് ഓ മാൻ, ഒരു രക്ഷയില്ല. അജു വർഗീസ് ഹ്യൂമർ ഒക്കെ ആയിട്ട് പുള്ളി നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയിട്ടുണ്ട് സിനിമയാണ്. പിന്നെ വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ പ്രിറ്റി മുകുന്ദൻ ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഈച്ച് ആൻഡ് എവറി വൺ, അതായത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് സർവന്മായം. പിന്നെ ഈ സിനിമ കാണാത്തവരോണം പോയിട്ട് കണ്ടോളി ഗൈസ്, കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പറയണെങ്കിൽ ഈ സിനിമ ഒരു കംപ്ലീറ്റ്ലി ഫാമിലി എന്റർടൈനർ ആണ്. അതായത് ഒരു ഫാമിലി ആയിട്ട് സൺഡേ ഒക്കെ ബ്രേക്ക് എടുക്കുമ്പോൾ പോയിട്ട് കാണാനുള്ള ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് സർവന്മായം. പിന്നെ കിടിലൻ സിനിമയാണ്. അതായത് ഒരു രക്ഷയില്ല, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട്, അതായത് ഒരു ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയ ഒരു കിടിലൻ സിനിമയാണ്. അതായത് 2.5 മണിക്കൂർ ഏതാണ്ട് അറിയില്ല കറക്റ്റ് ആയിട്ട്. എന്നാലും സിനിമ ത്രൂ ഔട്ട് ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു കിടിലൻ സിനിമയാണ്. പിന്നെ സിനിമ കാണാത്തവരോട് പോയിട്ട് കണ്ടുപിടി ഗൈസ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടാൻ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി കീപ് സപ്പോർട്ടിങ് ഗൈസ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.